ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു 3D ജോമെട്രി ചെറിയ ചാപ്റ്റർ എന്ന് ചെറിയ ചാപ്റ്ററാണ്. എനിക്ക് 20 മിനിറ്റ് കൊണ്ട് തീർക്കാം ഈ ചാപ്റ്റർ. ഓക്കെ, നിങ്ങൾക്കും അതെ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ചാപ്റ്റർ തീർക്കാം. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ളതൊക്കെ 2 ഡയമെൻഷൻസ് ആയിരുന്നു. നമുക്ക് ഓർമ്മയില്ലേ? അതായത് നമുക്കൊരു എക്സ് ആക്സിസും ഉണ്ടാവും, വൈ ആക്സിസും ഉണ്ടാവും അല്ലേ? ഇത് നമ്മളുടെ എക്സ് ആക്സിസ്, ഇത് നമ്മളുടെ വൈ ആക്സിസ്. നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ പഠിച്ചിരുന്നത് ഇതൊക്കെ പോസിറ്റീവ്, ഇതൊക്കെ പോസിറ്റീവ്, ഇതൊക്കെ നെഗറ്റീവ്, ഇതും നെഗറ്റീവ്. അങ്ങനെ നമ്മളുടെ ഒരു എക്സ് വൈ കോർഡിനേറ്റിനെ നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഇത്രയും കാലം നമ്മളിങ്ങനെ പഠിച്ചിരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് പറയാം. ഇത് 1, 2, 3, 4. ഓക്കെ, അപ്പോൾ നമുക്ക് 3D ജോമെട്രി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കോർഡിനേറ്റും കൂടി വരും, അതാണ് ഇസെഡ്. അപ്പോൾ നോക്കിയേ, ഇതാണ് നിങ്ങളുടെ എക്സ് ആക്സിസ്, ഇതാണ് നിങ്ങളുടെ വൈ ആക്സിസ്. നിങ്ങൾക്ക് ഇതും പോരാണ്ട് ഇവിടെ ഒരു ആക്സിസ് വരും, ഇവിടെ ഒരു ഇതിൻ്റെ നടുവിൽ, അതായത് ഇതിന് ഈ എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഒരു ആക്സിസ് വരും. അതായത് ഇവിടുന്ന് നേരയ്ക്ക് ഒരു വടി മേലേക്ക് വെച്ച പോലെ ആലോചിക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. അതായത് ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട്, എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട്, അതാണ് സെഡ്. നിങ്ങളുടെ റൂമിൻ്റെ ഒക്കെ ഒരു കോർണർ പോലെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ റൂം ആണെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക, ഇത് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് മേലേക്ക് പോകുന്ന ഏരിയ ആയിരിക്കും ഇസെഡ്. ഓക്കെ, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ജസ്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക്. ഇത് നിങ്ങളുടെ എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം, ഇത് നിങ്ങളുടെ വൈ ആക്സിസ്, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കാം, ഇത് നിങ്ങളുടെ സെഡ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇത്രയും കാലം പഠിച്ചത് 4 അല്ല 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഇത്രയും കാലം പഠിച്ച എക്സ് വൈ പ്ലെയിനെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. സെഡ് ആകുമ്പോൾ അതിനെ നമുക്ക് 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് വിചാരിക്കാം, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണെന്ന് വിചാരിക്കാം, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത്. പിന്നെ ഇത് എന്ത് ചെയ്യും? കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ 1ൻ്റെ താഴത്തേക്കായിരിക്കും 5th ക്വാഡ്രന്റ്. പിന്നെ കാണാൻ പറ്റില്ല, ഇവിടെ ആയിരിക്കും 6th, ഇതായിരിക്കും 7th, ഇതായിരിക്കും 8th. അങ്ങനെ മൊത്തം 8 ക്വാഡ്രന്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കാണാൻ പറ്റില്ല. ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ ഫിഗർ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് നിങ്ങളുടെ എക്സ്, ഇത് വൈ, അതേപോലെ സെഡ് മേലേക്ക് പോകുന്നുണ്ട് ഇവിടെ, കണ്ടോ? അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അതേപോലെ 5th ക്വാഡ്രന്റ് വരെ എവിടെയാണ്? ഈ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ താഴെ, ഇതായിരിക്കും 5th ക്വാഡ്രന്റ്. കണ്ടോ? ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ താഴെ ആയിരിക്കും എന്ത് വരാം? 5th ക്വാഡ്രന്റ് വരാം. ഇവിടെ 5th ക്വാഡ്രന്റ് വന്നു. ഇതിന്റെ തൊട്ടപ്പുറത്ത് പിന്നെയും ആൻറ്റി ക്ലോക്ക് വൈസ് 5th, 6th, 7th, 8th. അങ്ങനെ മൊത്തം നിങ്ങളുടെ ഈ ഒരു റൂമിനെ 4 ആക്കിയിട്ട് ഡിവൈഡ്, 8 ആക്കി ഡിവൈഡ് ചെയ്തതുപോലെ വിചാരിക്കുക. 8 ഒക്ടൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒക്ടൻസ് എന്ന് പറയും. ഒക്ടൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണത്. നമുക്ക് ഇങ്ങനെ മൊത്തം 8 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ ചോദിക്കാന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വന്നിട്ട് ഇതിന്റെ കോർഡിനേറ്റ്സ് പറയാൻ പറയും, അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് വന്നിട്ട് അതിന്റെ കോർഡിനേറ്റ്സ് പറയാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എക്സ് വൈ സെഡ് അങ്ങനെ 3 ആക്സിസ് വന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഫിഗറിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സ് വൈ. ഇവിടെ എന്തൊക്കെ ആയിരിക്കും? പോസിറ്റീവ്, നെഗറ്റീവ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ജസ്റ്റ് എക്സ് വൈൻഡിങ് കാര്യം ആലോചിച്ച് നോക്കാം കേട്ടോ. ഇസെഡ് ഒന്നും എടുക്കണ്ടേ? ഇപ്പോൾ ഈ കോർഡിനേറ്റിൽ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. എനിക്ക് എക്സ് വൈ സെഡ് എഴുതണം. എക്സ് എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അതേപോലെ വൈ എന്തായിരിക്കും? വൈയും ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എനിക്ക് എക്സും വൈയും പോസിറ്റീവ് കിട്ടി. ഇതുപോലെ ഈ കോർഡിനേറ്റ്സ് ആലോചിക്കുക. ഇത് നമ്മളുടെ ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്തായിരിക്കും? എക്സും വൈയും. ഇവിടെ എക്സ് നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ വൈ പോസിറ്റീവ് ആയിരിക്കും ഈ ക്വാഡ്രന്റിൽ. ഓക്കെ, അതേപോലെ ഈ ക്വാഡ്രന്റ് ആലോചിച്ച് നോക്കാം. ഇവിടെ എന്തായിരിക്കും? എക്സ് നെഗറ്റീവ് ആണ്, അതുപോലെ വൈ എന്താണ്? വൈയും നെഗറ്റീവ് ആണ്. ഓക്കെ, എക്സും കിട്ടി, വൈയും കിട്ടി. ഇതേപോലെ ഈ ക്വാഡ്രന്റ്, ഈ 4th ക്വാഡ്രന്റ്, ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും അവസ്ഥ? എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കിട്ടി. ഇതാണ് നമ്മളുടെ എക്സ് വൈ പ്ലെയിൻ. നമ്മൾ എന്താ ചെയ്യാൻ പോണേ? എക്സ് വൈ ഇസെഡും കൂടി വരികയാണ്. അപ്പോൾ എന്താ ആലോചിക്കുക? ഇസെഡ് എന്ന് വെച്ചാൽ മേലേക്ക് പോവാണ്. ഇവിടെ മേലേക്ക് പോകുന്നത് ഇസെഡിൻ്റെ പ്ലസ് ആക്സിസ്, താഴേക്ക് പോകുന്നത് സെഡിൻ്റെ നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ
നമ്മളിങ്ങനെയാണ് 8 ക്വാഡ്രൻസ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്തായിരിക്കും, നമുക്ക് എന്തായാലും എക്സും വൈയും മാറില്ല, പ്ലസ് പ്ലസ്. ഇനി എന്താ സെഡ് എന്തായാലും പോസിറ്റീവ് അല്ലായിരിക്കുക. ഈ ഫസ്റ്റത്തെ 4 ക്വാഡ്രൻസിലും സെഡ് പോസിറ്റീവ് ആയിരിക്കും, അത് ആലോചിച്ചിരിക്കുക. കാരണം സെഡ് മേലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 4 ക്വാഡ്രൻസ് കൂടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നെഗറ്റീവ് പ്ലസ്, അടുത്തെന്താ സെഡ് എന്തായാലും പ്ലസ് ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടി. ഇതെന്തായിരിക്കും, ഇവിടെ നെഗറ്റീവ് ഉണ്ട് സെഡ് എന്തായിരിക്കും, വീണ്ടും പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇത് മേലേക്കാണ് പോകുന്നത്. ഈ ക്വാഡ്രൻറ്റിൽ എന്തായിരിക്കും, ഇവിടെ നമുക്ക് ഓൾറെഡി പ്ലസ് മൈനസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ്, അടുത്ത എന്താ സെഡ് എന്തായാലും മേലേക്കാണ്, അപ്പോൾ ഇതും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് മേലത്തെ 4 ക്വാഡ്രൻറ്റിലും സെഡ് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ, കണ്ടോ. അപ്പോൾ സിമ്പിളാണ്. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേലത്തെ 4 ക്വാഡ്രൻറ്റ് മാർക്ക് ചെയ്യാം. ഇതേപോലെ താഴത്തെ ക്വാഡ്രൻറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാം. ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും, ഇവിടെ പ്ലസും ഇവിടെയും എന്തായിരിക്കും, പ്ലസും ആയിരിക്കും. സെഡ് അങ്ങോട്ട് പോകുന്നത് താഴത്തേക്കല്ലേ, അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇതുപോലെ തന്നെ 6th ക്വാഡ്രൻറ്റ് എവിടെയാണ് വരുന്നത്, ഇത് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവ് പോസിറ്റീവ്, സെഡ് എങ്ങോട്ടാണ്, താഴത്തേക്കാണ്, സെഡ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇത് നോക്കിയേ, നെഗറ്റീവ്, കാരണം സെഡ് താഴത്തേക്കാണ്. ഇവിടെ എന്താ, പ്ലസും നെഗറ്റീവും, പിന്നെന്താ താഴത്തേക്ക് വരുന്ന സെഡിൻ്റെ നെഗറ്റീവും. ഇങ്ങനെ നമുക്ക് എല്ലാ ക്വാഡ്രൻസും സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ 3 ഡയമെൻഷനിൽ മാർക്ക് ചെയ്യാൻ പാടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 2 ഡയമെൻഷനിൽ മാർക്ക് ചെയ്ത് പഠിക്കാം. ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോക്കുക, ഇങ്ങനത്തെ എക്സ് ആക്സിസ് വരയ്ക്കുക, അതുപോലെ ഒരു വൈ ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് ഇതിനങ്ങനെ ഒരു ബോക്സ് ആക്കാം. എന്നിട്ട് ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആലോചിക്കുക, ഇത് നിങ്ങളുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, ഇത് നിങ്ങളുടെ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, ഇത് നിങ്ങളുടെ തേർഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും, ഇത് നിങ്ങളുടെ 4th ക്വാഡ്രൻ്റ് ആയിരിക്കും. ഓക്കെ, 6th എവിടെയാണ് വരിക, ഇവിടെ അല്ല വരിക, വീണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ 6th ക്വാഡ്രൻ്റ് ആയിരിക്കും, ഇത് നിങ്ങളുടെ 7th ക്വാഡ്രൻ്റ് ആയിരിക്കും, ഇത് നിങ്ങളുടെ 8th, എവിടെ തെറ്റിയല്ലോ, നമ്മളുടെ 5th എഴുതിയില്ലല്ലോ നമ്മൾ. ഓക്കെ, ഇത് 4th അല്ലേ, 5th ഇവിടെ അല്ല വരിക. ഇതാണ് നിങ്ങളുടെ 5th ക്വാഡ്രൻ്റ്, ഇതാണ് നിങ്ങളുടെ 6th ക്വാഡ്രൻ്റ്, ഇതാണ് നിങ്ങളുടെ 7th ക്വാഡ്രൻ്റ്, ഇതാണ് നിങ്ങളുടെ 8th ക്വാഡ്രൻ്റ്. ഇങ്ങനെ വിചാരിച്ച് വയ്ക്കാം. അപ്പോൾ എന്താ പറയാൻ പറ്റുക, ഈ ഫസ്റ്റ് ഇവിടെ എന്തായിരിക്കും, എക്സ് വൈ, നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, എക്സ് വൈ, ഇവിടെ എക്സ് പോസിറ്റീവാണ്, വൈ പോസിറ്റീവാണ്, ഇത്ര എഴുതി വയ്ക്കുക. ഇതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും, എക്സ് നെഗറ്റീവാണ്, വൈ പോസിറ്റീവാണ്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, എക്സ് നെഗറ്റീവ് ആയിരിക്കും, വൈ നെഗറ്റീവ് ആയിരിക്കും. ഇതേപോലെ ഈ ക്വാഡ്രന്റിൽ എന്തായിരിക്കും, എക്സ് പോസിറ്റീവ് ആയിരിക്കും, അതുപോലെ വൈ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വിചാരിക്കാം. ഇനി ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലേക്ക് പോകുന്ന ക്വാഡ്രന്റ് ആണ്, അതായത് സെഡ് എല്ലാത്തിലും പോസിറ്റീവാണ്. ഓക്കെ, സെഡ് എല്ലാത്തിലും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ എല്ലാത്തിലും സെഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ 5th ക്വാഡ്രന്റ് ആകുമ്പോൾ എന്തായി, ആൾ താഴത്തേക്ക് പോയി. ഈ ക്വാഡ്രന്റ് താഴത്താണ് കിടക്കുന്നത്, ഈ 4 ക്വാഡ്രന്റും താഴത്താണ് കിടക്കുന്നത്. അതായത് ഈ താഴത്ത് കിടക്കുന്ന 4 ക്വാഡ്രന്റ് ആണ് ഈ 4 ക്വാഡ്രന്റും. അപ്പോൾ എന്ത് പറയാൻ പറ്റും നമുക്ക്, സിമ്പിളായിട്ട് ഇത് പ്ലസ് പ്ലസ്, ലാസ്റ്റത്തെ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ഇതെന്താ പറയാൻ പറ്റുക, നെഗറ്റീവ് പോസിറ്റീവ്, ഈ പ്ലസ് മാറിയിട്ട് നെഗറ്റീവ് ആവും. ഇതിലും അതെ, നെഗറ്റീവ് നെഗറ്റീവ്, ഈ പ്ലസ് മാറിയിട്ട് നെഗറ്റീവ് ആവും. അപ്പോൾ നെഗറ്റീവ് 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 നെഗറ്റീവ്. അതേപോലെ ഇതെന്തായിരിക്കും, പ്ലസ് നെഗറ്റീവ്, ഈ പ്ലസ് മാറിയിട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ പരിപാടി ഇവിടെ തീർക്കാൻ പറ്റും. ഓക്കെ, ഇത് വരയ്ക്കാൻ പഠിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ഇതുപോലെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെറിയ 2 പോർഷൻ കൂടി ഉള്ളൂ, ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട്. ഈ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എക്സും വൈയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 ഡയമെൻഷൻ നമ്മൾ പഠിച്ചിരുന്നത് എക്സ് വൈ, അല്ലെങ്കിൽ x1 y1 x2 y2. ഇങ്ങനെ 2 പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചിരുന്നു 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ. അതായത് എന്താ ചെയ്യാറ്, നമ്മൾ √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ. ഇത് 3 ഡയമെൻഷനായി. ഈ എക്സും വൈയും പോരാണ്ട് ഇവിടെ ഒരു പുതിയ ആളും കൂടി വന്നു, അതാണ് നമ്മൾ Z. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് അങ്ങോട്ട് മാറിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഒരാളും കൂടി ആഡ് ചെയ്യണം.
അതായത് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഒരാൾ പുതിയത് വന്നു, അതും കൂടി ആഡ് ചെയ്താൽ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയായി. പിന്നെ ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ആകെ 2 പേജ് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനുള്ളതിൻ്റെ അകത്ത്, ശ്രദ്ധിച്ചിരിക്കാം. ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വിച്ച് ഒക്ടൻ ഡസ് ദ പോയിന്റ് 1, -4, -3 ലൈസ് ഇൻ? ഇത് ഏത് ക്വാഡ്രന്റിലാണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ജസ്റ്റ് മനസ്സിലാലോചിക്കുക, അല്ലെങ്കിൽ സൈഡിൽ വരച്ച് നോക്കുക. അതായത് ഇതെന്താ വരുന്നത്? പ്ലസ് നെഗറ്റീവ് പ്ലസ്. ഓക്കെ, പ്ലസ് നെഗറ്റീവ് പ്ലസ്. നിങ്ങൾ നെഗറ്റീവ് ഒന്നും ആലോചിക്കേണ്ട ഇവിടെ, അതായത് നമ്പർ ആലോചിക്കേണ്ട ഇവിടെ. ഓക്കെ, നമുക്ക് സൈൻ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് സൈൻ മാത്രം ആലോചിക്കുക. പ്ലസ് നെഗറ്റീവ് പ്ലസ്, ഇതാണ് നമ്മളുടെ സംഭവം. ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരിക എന്നൊക്കെ നോക്കിയാൽ മതി. ഇവിടെ വരുന്നത് 100, 200, 500 എന്തായാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ സൈൻ മാത്രം കിട്ടിയാൽ മതി. ഇത് പ്ലസ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് പ്ലസ് ആണ്. ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരാമെന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആടാ എന്താ ഫോർത്ത് ക്വാഡ്രന്റിലല്ലേ വരാ? അതെ അതെ, ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതെങ്ങനെയാണ് വരികയെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അതായത് എന്താ പറയുക, ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ആണ്, ഇത് ഫോർത്ത് ആണ്. ഓക്കെ, ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇതെവിടെ വരിക? പ്ലസ് നെഗറ്റീവ് എവിടെ വരിക എന്ന് ആലോചിച്ച് നോക്കാം. എവിടെ വരാം? ഫസ്റ്റ് ഇത് മാത്രം ആലോചിച്ചാൽ മതി, പ്ലസ് നെഗറ്റീവ്. ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ് പ്ലസ്, ഇതാണ് നമ്മളുടെ വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് പാർട്ട്. അപ്പോൾ എന്തായാലും ഈ സംഭവത്തിലാണ് വരിക. ഇതിൻ്റെ മേലെയാണോ താഴെയാണോ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്ലസ് ആണെങ്കിൽ, ഓക്കെ, ഇത് പ്ലസ് ആണെങ്കിൽ ആളെവിടെയായിരിക്കും? മേലെ ആയിരിക്കും, അതായത് ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും. ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ആൾ നേരെ ഇതിൻ്റെ താഴത്തെ ക്വാഡ്രന്റിലായിരിക്കും, അതായത് 1, 2, 3, 4, 5, 6, 7, 8 എട്ടാമത്തെ ക്വാഡ്രന്റിലായേനെ ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഇത് കത്ത് ഞാനോട് പറഞ്ഞതാണ് ആദ്യമേ. ഓക്കെ, ഈ മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. ഈ മെത്തേഡ് അറിയാത്തവർ ഇങ്ങനെ വരച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സൈൻ കിട്ടിയില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് എന്താ കിട്ടിയത്? പ്ലസ് നെഗറ്റീവ് പ്ലസ്. അതെവിടെയാണ് നോക്കുക, കണ്ടോ? പ്ലസ് നെഗറ്റീവ് പ്ലസ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അവിടെ ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അറിയാത്തവർ ഇങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഇതൊറ്റോട്ടം വരച്ചാൽ നിങ്ങൾക്ക് ഏത് ഫിഗറും ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാത്തവർ ആ ഒരു അനാലിസിസ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. അടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. വിച്ച് ഒക്ടൻ ഡസ് ദ പോയിന്റ് -2, -5, 1 ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ -2ഓ 5ഓ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് സൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇത് ഏത് ക്വാഡ്രന്റിലാണ് ചെക്ക് ചെയ്യേണ്ടത്? എങ്ങനെ ചെക്ക് ചെയ്യാം? നെഗറ്റീവ് നെഗറ്റീവ് എവിടെ വരാൻ ചെക്ക് ചെയ്യാം ആദ്യം. അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവും ഇവിടെ വരിക, കാരണം ഇതാണ് എക്സിൻ്റെ നെഗറ്റീവ്, ഇതാണ് വൈൻ്റെ നെഗറ്റീവ്. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും? സെവൻത്ത് ക്വാഡ്രന്റ് ആയിരിക്കും. അല്ലാന്ന് വെച്ചാൽ ആളെന്തായിരിക്കും? തേർഡ് ക്വാഡ്രന്റ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ സെവൻത്ത്. അപ്പോൾ ആലോചിക്കുക, തേർഡ് ആണെങ്കിൽ എന്താണ്? മേലെയാണ്, അതായത് പോസിറ്റീവ് ആയിരിക്കും. ഇത് സെവൻത്ത് ആണെങ്കിൽ വൈ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് പ്ലസ്. അങ്ങനെ ആലോചിച്ച് നോക്കുക. വൈൻ്റെ വാല്യൂ ഇത് പ്ലസ് ആയിരിക്കും, വൈ അല്ല സെഡിൻ്റെ വാല്യൂ. സെഡിൻ്റെ വാല്യൂടെ പ്ലസ് ആയിരിക്കും, സെഡിൻ്റെ വാല്യൂടെ നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് സെഡിൻ്റെ വാല്യൂ പ്ലസ് അല്ല കിട്ടിയത്. അപ്പോൾ ഇത് എന്തായിരിക്കും? തേർഡ് ഒക്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇത് നോക്കിയാൽ വിച്ച് ഒക്ടൻ ഡസ് ദ പോയിന്റ് -44, -17 ആൻഡ് -10 ലൈസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ കോർഡിനേറ്റ്സ് ഇങ്ങനെയാണ് 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്താ വരുന്നത്? നമുക്ക് നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് നെഗറ്റീവ് വരുന്നത് ഈ ക്വാഡ്രന്റിലാണ് അല്ലേ? ഇതാണ് നമ്മളുടെ നെഗറ്റീവ്, ഇതാണ് നമ്മളുടെ നെഗറ്റീവ് വൈ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തീരുമാനമായി. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒന്നില്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലാണ്, അല്ലെങ്കിൽ സെവൻത്ത് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ലാസ്റ്റത്തെ സെഡിൻ്റെ വാല്യൂ ആണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് തേർഡിലാണോ സെവൻത്തിലാണോ എന്ന്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ആള് എവിടെയാണ് കിടക്കുന്നത്? സെവൻത്തിലാണ്.
ഇത് പ്ലസ് ആയിരുന്നുവെങ്കിൽ ആൾ തേർഡ് ക്വാഡ്രൻറ്റിൽ പോയത്. ഓക്കെ, ഐഡിയ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ലാസ്റ്റത്തെ നെഗറ്റീവാണ്, ഇത് സ്വാഭാവികമായിട്ട് 7th ക്വാഡ്രൻറ്റിലാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി ചോദിക്കും. എ പോയിന്റ് ഇൻ ദ XY പ്ലെയിൻ, ഓക്കെ, എ പോയിന്റ് ഇൻ ദ XZ പ്ലെയിൻ ഈസ്, അതായത് ഈ ഇത്രയും നിങ്ങൾക്ക് 4 പോയിന്റ്സ് വന്നു. ഇതിൻ്റെ അകത്ത് ഏത് പോയിൻ്റാണ് XZ പ്ലെയിനിൽ കിടക്കുന്നത് ചോദിക്കുന്നത്. ഓക്കെ, XZ പ്ലെയിൻ. XZ പ്ലെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് Y ഉണ്ടാവില്ല. ഓക്കെ, YZ പ്ലെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് X ഉണ്ടാവില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ XZ പ്ലെയിൻ്റെ അകത്ത് ഏതൊരു പോയിന്റ് എടുത്താലും ഓക്കെ അതിൻ്റെ അകത്ത് എക്സിന് വാല്യൂ ഉണ്ടാവും, അതായത് 1. വൈക്ക് വാല്യൂ ഉണ്ടാവില്ല, സെഡിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, XZ പ്ലെയിനിലെ വേറൊരു എക്സാമ്പിൾ പറയാം, 2, 0, 9. XZ പ്ലെയിനിൽ വേറെ എക്സാമ്പിൾ പറയാം, -1, 0, 5. ഓക്കെ, എപ്പോഴും എന്തായിരിക്കും? വൈക്ക് വാല്യൂ ഉണ്ടാവില്ല, കാരണം ഇത് XZ പ്ലെയിൻ ആണ്. എക്സും ഉണ്ടാവും ഇസഡും ഉണ്ടാവും, എക്സും ഉണ്ടാവും ഇസഡും ഉണ്ടാവും, വൈ ഉണ്ടാവില്ല, വൈൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സ് വന്നിട്ടുണ്ട്, 4 പോയിന്റ്സ് വന്നിട്ട് ഇതിൻ്റെ അകത്ത് XZ പ്ലെയിനിൽ കിടക്കുന്ന കോർഡിനേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ Y ഉണ്ട്, അപ്പോൾ ഇതല്ല. ഇവിടെ Y ഇല്ല, അപ്പോൾ ഇതാണ്. ഇവിടെ നോക്കിയേ, Y ഉണ്ട്, അപ്പോൾ ഇതല്ല. ഇവിടെയും Y ഉണ്ട്, അപ്പോൾ ഇതല്ല. അപ്പോൾ XZ പ്ലെയിനിൽ കിടക്കുന്ന കോർഡിനേറ്റ് ഇതാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതേപോലത്തെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. XZ, YZ, അതേപോലെ എന്താ പറയുക, അങ്ങനെ ഓരോ നമുക്ക് ചോദിക്കാം. ഇത് കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കും. ഡിസ്റ്റൻസ് നമുക്ക് പഠിച്ച് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണോ, ഇതിൽ വേറെ ആലോചിക്കാനൊന്നുമില്ല. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇങ്ങനൊരു കോർഡിനേറ്റ് വന്നു, X1, Y1, Z1, അതേപോലെ X2, Y2, Z2. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ സാധാരണ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് X1 ആണ്, ഇത് Y1 ആണ്, ഇത് Z1 ആണ്, ഇത് X2 ആണ്, Y2 ആണ്, Z2 ആണ്. നേരെ X2 - X1 പ്ലസ് Y2 - Y1 ഇസ് ഈക്വൽ പ്ലസ് Z2 - Z1 ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. നമുക്ക് X2 അറിയാം, X1 അറിയാം, Y2 അറിയാം, Y1 അറിയാം, Z2 അറിയാം, Z1 അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് മൈനസ് ചെയ്ത് കൊടുക്കാം. -3 - -1 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 ഹോൾ സ്ക്വയർ പ്ലസ് 6 - of -2 നമുക്ക് പ്ലസ് 2 ആയി ഹോൾ സ്ക്വയർ ഇക്വൽ ടു നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ കിട്ടും. ഇവിടെ √48 എന്ന് കിട്ടി. ഓക്കെ, ഈ പാഠത്തിന് കുറെ ചോദ്യം ഉണ്ടാവോ? ഇല്ലടാ, അധികം ഉണ്ടാവില്ല, 1-2 പ്രോബ്ലംസ് ഒക്കെ മാക്സിമം. എത്ര ക്വസ്റ്റ്യൻ പഠിക്കണം ബില്ല്? ഇത് നീ മൊത്തം പഠിച്ചടാ, ഇത് പഠിച്ചാൽ തീർന്നു. ആകെ എത്രയല്ലേ ഉള്ളൂ? 1, 2, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 4-5 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് അത്ര പഠിച്ചാൽ മതിയാ? അത് പഠിച്ചാൽ മതിടാ. ഓക്കെ, പിന്നെ നോക്കിയേ, ഇതേപോലെ തന്നെ വീണ്ടും ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഇങ്ങനെ 2 പോയിന്റ് വന്നു, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് X2 - X1 ഹോൾ സ്ക്വയർ പ്ലസ് Y2 - Y1 ഹോൾ സ്ക്വയർ പ്ലസ് Z2 - Z1 ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാല്യൂ കിട്ടി. √20. ഇതൊക്കെ കാൽക്കുലേറ്റ് ഇട്ട് കൊടുത്താൽ ഡയറക്റ്റ്ലി ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ 2 പ്രോബ്ലം ഞാൻ പറഞ്ഞു, 2 പോയിന്റ്. അതേപോലെ എന്താ പറയുക, 2 പോയിന്റ്സ് കൊളീനിയർ ആണോ, അതേപോലെ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണോ, അല്ലെങ്കിൽ പാരലോഗ്രാം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നമുക്ക് നോക്കാം എന്താ സംഭവം. ഈ ക്വസ്റ്റ്യൻ കണ്ടു നോക്കിയാൽ, ഷോ ദാറ്റ് ദ പോയിന്റ്സ് P എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നിട്ടുണ്ട്, -2, 3, 5. അതേപോലെ Q എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നിട്ടുണ്ട്, 1, 2, 3. അതേപോലെ R എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നിട്ടുണ്ട്. ഇത് കൊളീനിയർ ആണെന്ന് ചോദിക്കുന്നത്. കൊളീനിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ലൈനിലാണോ, അതായത് ഒരുമിച്ച് കിടന്നുറങ്ങാണെന്ന് ചോദിക്കുന്നത്. അതായത് കൊളീനിയർ ഒരുമിച്ചാണ്. ഓക്കെ, ഒറ്റ ലൈനിലാണോ ഇവരൊക്കെ കിടക്കുന്നത്? അതായത് P, ഇത് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഇത് P ആണ്, ഇത് എന്താ പറയുക Q ആണ്, ഇത് R ആണെന്ന് വിചാരിച്ചു നോക്കാം. ഓക്കെ, കൊളീനിയർ എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഈ 3 പോയിന്റും ഒറ്റ ലൈനിലാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഒറ്റ ലൈനിലാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ, PQ പ്ലസ് QR ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? PR അല്ലായിരിക്കാം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ നോക്കി കഴിയാൽ മതി നമുക്ക്. അതായത് ഏതെങ്കിലും 2 പോയിന്റ് ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഒരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ അത് കൊളീനിയർ ആണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. നോക്കിയേ, ഇപ്പോൾ ABC എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് ആണെന്ന് നോക്കിയാൽ, അപ്പോൾ ഒന്നില്ലെങ്കിൽ AB പ്ലസ് BC ഇസ് ഈക്വൽ ടു AC ആവണം.
അല്ലാന്ന് വെച്ചാൽ ഇതേപോലെ ബി എ പ്ലസ് എ സി ഇസ് ഈക്വൽ ടു ബി സി ആവണം, അല്ലെങ്കിൽ എ സി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ ബി ആവണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ മതി. നിങ്ങൾക്ക് 3 പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇഫ് എ കോമ ബി കോമ സി എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് കൊളീനിയർ ആണെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക 3 പോയിന്റ്സിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പോയിന്റ്സ് വന്നിട്ടുണ്ട് പി ക്യു ആർ. അപ്പോൾ നമ്മൾ പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക ആദ്യം. ഓക്കെ, പി ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇതേപോലെ തന്നെ 1 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 3 മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇതിങ്ങനെ മൈനസ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാം. അപ്പോൾ നമുക്ക് റൂട്ട് 14 കിട്ടും. ഇതേപോലെ തന്നെ ക്യു ആർ കാണാം. ഓക്കെ, ക്യു ആർ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 7 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് -1 മൈനസ് 3 ഹോൾ സ്ക്വയർ. ഇത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് റൂട്ട് 56 കിട്ടും. ഇതേപോലെ തന്നെ പി ആർ കാണാം. ലാസ്റ്റത്തെ ഈ പിയും ആറിൻ്റെയും നമ്മൾ ഡിസ്റ്റൻസ് കാണാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് -1 മൈനസ് 5 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് പി ആറും കിട്ടി, 126 കിട്ടി. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാം. അതായത് പി ക്യൂവും ക്യു ആറും ആഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ക്യു ആറും പി ക്യൂ ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഒരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് കൊളീനിയർ ആണെന്ന്. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഞാനിത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഞാൻ നോക്കട്ടെ. അപ്പൊ ഈ ലെസണിൽ നിന്ന് എത്ര മാർക്ക് വരും മാഷേ? അതൊന്നും പറയാൻ പറ്റില്ലടാ നിങ്ങളെ. അതായത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. അതൊക്കെ പറയാൻ പറ്റില്ല, നമ്മുടെ സിലബസിനെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒന്നും ചോദിക്കാണ്ടിരിക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കി കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ റൂട്ട് 56 ഒക്കെ കിട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനെങ്ങനെ 2 റൂട്ട് 14 ആക്കാം എന്നറിയോ? ഇപ്പോൾ ഞാൻ റൂട്ട് 56 ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിതിന് ഏറ്റവും ചെറിയ സിംപ്ലിഫിക്കേഷൻ ആണ് ഇതിൻ്റെ. അതായത് 2 റൂട്ട് 14 ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എസ് ഇസ് ഈക്വൽ ടു ഡി എന്നൊരു ബട്ടൺ കണ്ടോ ഇവിടെ, ഇത് ടൈപ്പ് ചെയ്യാം. ചതിച്ചടാ, നോക്കട്ടെ കേട്ടോ. ആ കണ്ടോ, ഇവിടെ എസ് ഇസ് ഈക്വൽ ടു ഡി അടിച്ചിട്ട് ഈക്വൽ ടു അടിച്ചാൽ മതി. കണ്ടോ, അപ്പോൾ അത് മാറും, 2 റൂട്ട് 14 ആവും. ഓക്കെ, നിങ്ങൾ ഈക്വൽ ടു അടിച്ചില്ലെങ്കിൽ വരില്ല. റൂട്ട് അടിച്ചിട്ട് 56 അടിക്കാം, എന്നിട്ട് ഈക്വൽ ടു അടിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ എസ് ഇസ് ഈക്വൽ ടു ഡി എന്നുകൊണ്ട് ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സിംപ്ലിഫൈ ആയിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ റൂട്ട് 126 റൂട്ട് അടിക്കുക, 126 അടിക്കുക, എന്നിട്ട് ഈക്വൽ ടു അടിക്കുക. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ 3 റൂട്ട് 14 ആയിട്ട് വരും. ചിലപ്പോൾ ഇങ്ങനെ കിട്ടുക. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ എസ് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചാൽ മതി, ഇങ്ങനെ മാറും. ഓക്കെ, ഇതേപോലെ ഒരു 2 പ്രോബ്ലം കൂടി ഉണ്ട്, നമുക്ക് നോക്കിക്കോ. ചെക്ക് വെദർ ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ദ വെർട്ടിസസ് ഓഫ് എൻ ഐസോസെലസ് ഓർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നിങ്ങൾക്ക് ഒരു 3 വെർട്ടിസസ് വന്നു. ഓക്കെ, ഇങ്ങനെ 3 വെർട്ടിസസ് വന്നു ഒരു ട്രയാങ്കിളിൻ്റെ. ഒരു വെർട്ടിസസ് 0, 7, 10. അടുത്ത വെർട്ടിസസ് -1, 6, 6. അതേപോലെ അടുത്തൊരു വെർട്ടിസസ് വന്നു 4, 9, 6. 3 വെർട്ടെക്സ് വന്നു ഇതിൻ്റെ ഈ പറയുന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഐസോസെലസ് ട്രയാങ്കിൾ എന്താ അറിയോ? ഓക്കെ, നമുക്ക് 3 ടൈപ്പ് ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, പിന്നെ എന്താ അറിയില്ലേ? ഓക്കെ, 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ളത്. ഐസോസെലസ് ട്രയാങ്കിൾ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. പിന്നെ സ്കെയിലിംഗ് ട്രയാങ്കിൾ ഉണ്ട്, ഒറ്റ സൈഡും ഈക്വൽ ആയിരിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ ഒറ്റ സൈഡും ഈക്വൽ ആയിരിക്കില്ല, അതായിരിക്കും സ്കെയിലിംഗ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മളിത് ചോദിച്ചിട്ടുള്ളത് ഇത് റൈറ്റ് ആംഗിൾഡ് ആണോ അല്ലെങ്കിൽ എന്താണ് ഐസോസെലസ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്, ഇത് ആർ ആണെന്ന് വിചാരിക്കാം.
ഓക്കെ, അപ്പോൾ ആദ്യം പി ക്യു തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, ക്യു ആർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അതേപോലെ പി ആർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സിമ്പിളല്ലേ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം? അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ കാണാം. 0 മൈനസ് -1 ഹോൾ സ്ക്വയർ, 7 - 6 ഹോൾ സ്ക്വയർ, അതേപോലെ 10 - 6 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ മൊത്തത്തിൽ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടും. ഇതേപോലെ തന്നെ ഇവിടുത്തെ വാല്യൂ കിട്ടും, ഇവിടുത്തെയും വാല്യൂ കിട്ടും. എന്നിട്ട് ഈ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ, ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും, സിമ്പിളായിട്ട് കിട്ടും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് എന്ത് പറയാൻ പറ്റും? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 sides ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ തേർഡ് സൈഡ് എന്ന് പറയാൻ പറ്റും. അതായത് പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ ആയിരിക്കണം. ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തേർഡ് സൈഡിൻ്റെ സ്ക്വയർ കിട്ടണം. ഇവിടെ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് √18 സ്ക്വയറും ഈ √18 സ്ക്വയറും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 36 കിട്ടും. ഇതിൻ്റെ സ്ക്വയർ എടുത്താലും നിങ്ങൾക്ക് 36 കിട്ടും. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ രണ്ട് സൈഡിൻ്റെ സ്ക്വയറുകൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തേർഡ് സൈഡിൻ്റെ സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതെന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് ചെക്ക് ചെയ്യണം. ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഏതെങ്കിലും രണ്ട് സൈഡുകൾ തമ്മിൽ ഈക്വൽ ആയാൽ മതി. നോക്കിയേ, ഇതിൻ്റെ രണ്ട് സൈഡിൻ്റെ വാല്യൂ ഈക്വൽ അല്ലേ? 18 ഈക്വൽ അല്ലേ? അതായത് √18 √18. അതായത് പി ക്യു ഇസ് ഈക്വൽ ടു ക്യു ആർ ആണ്, √18 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളും കൂടിയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ആണ്, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളും ആണ്. ഇതുപോലെ തന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് ചോദിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാം ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഇത് 18 √18 ഈസ് ഈക്വൽ ടു √18 ഈസ് ഈക്വൽ ടു √18 കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതേപോലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരലോഗ്രാം ആണെന്ന് ചെക്ക് ചെയ്യാം. വെരിഫൈ ദാറ്റ് നമുക്ക് 4 സൈഡ്സ് തന്നു. ഇതൊരു വെർട്ടീസസ് ഓഫ് എ പാരലോഗ്രാം ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. എപ്പോഴും ഇങ്ങനെ ഓർഡറിൽ എഴുതാൻ തെറ്റിക്കരുത്. പി ക്യു ആർ എസ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഒന്നിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ഈ ക്യൂ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ആർ ഇവിടെ മാർക്ക് ചെയ്യരുത് കേട്ടോ, നമുക്ക് ആൻസർ തെറ്റി കിട്ടും. എപ്പോഴും ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ഫസ്റ്റത്തെ ഇവിടെ മാർക്ക് ചെയ്യുക, സെക്കൻഡ് ഇവിടെ മാർക്ക് ചെയ്യുക, തേർഡ് ഇവിടെ മാർക്ക് ചെയ്യുക, ഫോർത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. ഒന്നിനെ ക്ലോക്ക് വൈസിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഡിസ്റ്റൻസ് കണ്ടു നോക്കാം. പി ക്യു ആർ എസ്. ആദ്യം പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് കാണാം. പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതിന് മൈനസ് ചെയ്യുക, ഇതിന് മൈനസ് ചെയ്യുക, ഇതിന് മൈനസ് ചെയ്യുക, എല്ലാത്തിൻ്റെ സ്ക്വയർ കാണാം, റൂട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് കാണാം, ഇതിൻ്റെ സൈഡ് കാണാം. അപ്പോൾ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് സൈഡ് കിട്ടും. പി ക്യൂ എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടി, ക്യു ആർ കിട്ടി, അതേപോലെ ആർ എസ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും, അതേപോലെ എസ് പി എന്ന് പറഞ്ഞ സൈഡിൻ്റെ വാല്യൂ കിട്ടും. എല്ലാ സൈഡിൻ്റെയും ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടി. എന്നിട്ട് ചെക്ക് ചെയ്യുക ഏതെങ്കിലും തമ്മിൽ പാരലൽ. ഒരു പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ? ഈ രണ്ട് സൈഡുകളും തമ്മിൽ പാരലൽ ആയിരിക്കും. അതേപോലെ ഈ രണ്ട് സൈഡുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇതിൻ്റെയും ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡിൻ്റെയും ഡിസ്റ്റൻസുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എ ആയിരിക്കും, ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയേ, പി ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. ഇത് പി ക്യു ആർ എസ് അല്ലായിരുന്നു. പി ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? √36 കിട്ടി. അതേപോലെ ക്യു ആറിൻ്റെ വാല്യൂ നമുക്ക് √43 കിട്ടി. അതേപോലെ വീണ്ടും ഏതാണ് ആർ എസിൻ്റെ വാല്യൂ നമുക്ക് √36 കിട്ടി. അതേപോലെ പി എസിൻ്റെ വാല്യൂ നമുക്ക് √43 കിട്ടി. നോക്കിയേ, ഇതും ഈക്വലാണ്, ഇതും ഈക്വലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതൊരു പാരലോഗ്രാമിൻ്റെ വെർട്ടീസസ് ആണ് ഈ തന്നിട്ടുള്ളതെന്ന്. ഓക്കെ, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പാരലോഗ്രാമോ സ്ക്വയറോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. എല്ലാത്തിൻ്റെയും കണ്ടീഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. സ്ക്വയർ ആണെങ്കിലും എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. അത്രേ ഉള്ളൂ പരിപാടി. ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഈ കണ്ടീഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഈ ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കുക. ഏതെങ്കിലും പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് കോർഡിനേറ്റിലാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുക, ഏത് ഒക്ടൻറ്റിലാണെന്ന് ചെക്ക് ചെയ്യാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പെട്ടി പഠിച്ചു വയ്ക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, വല്ല സംശയം ഉണ്ടോ ഇതിൽ?